സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ ലിക്വിഡ് ക്യാഷ് ഇല്ല. ഇപ്പൊ എന്ത് ചോദിച്ചാലും നമ്മൾ ഇല്ല എന്നാണ് കേൾക്കുന്നത്. പണം വരുന്നുണ്ട്, അത് നിൽക്കാത്തവർക്കാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെ എന്തായിരിക്കും അത്? ഒന്നാമതായിട്ട് മണിയുടെ മാനേജ്മെന്റ് നമ്മൾ നോക്കണം. സ്ഫടികത്തിലാവട്ടെ തിലകൻ മോഹൻലാലിന്റെ ക്രിയേറ്റിവിറ്റിയാണ് സപ്രസ് ചെയ്യുന്നത്. കാരണം അയാൾ ഒരു ടെക്നീഷ്യൻ ആയിരുന്നു, ഒരു ടെക്നോളജി. അച്ഛനും മകനുമായിട്ട് ഇമോഷണലി ബോണ്ടഡ് അല്ലെങ്കിൽ, അച്ഛൻ മദ്യപാനിയാണെങ്കിൽ മോൻ ഒരിക്കലും മദ്യം കഴിക്കില്ല. എന്നാൽ അച്ഛൻ നല്ല സദാചാരം, നല്ല രീതിയിൽ ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ആളാണെങ്കിൽ മകൻ നേരെ തിരിച്ചായിരിക്കും. ഇമോഷണലി ബോണ്ട് ഉണ്ടെങ്കിലോ അവർക്കും ജീവിതത്തിൽ പലപ്പോഴും സക്സസ്സിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ശരിയായ മാതൃകകളെ കണ്ടുവളരുന്നതാണ്, വലിയ മാതൃകകളെ കണ്ടുവളരുന്നത്. ഇങ്ങനെയൊക്കെ സാധ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിലവാക്കും. ഈ മണി മാനേജ്മെന്റ് പ്രശ്നം വരുന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. അല്ല, ഇന്റലക്ച്വലി ഞാൻ പറയുന്നത്, അയാൾക്ക് അതിനെപ്പറ്റി ധാരണ ഇല്ല. അതുകൊണ്ടാണെങ്കിൽ അത് പഠിപ്പിച്ചാൽ മാത്രം മതി. പക്ഷെ അത് അറിയുന്ന ആളുകൾക്കും ചിലപ്പോൾ മണിയുടെ സ്കാസിറ്റി ഉണ്ടെങ്കിൽ 100% നമ്മൾ ചൈൽഡ്ഹുഡ് സെർച്ച് ചെയ്യണം. കാരണം ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എൻ്റെ അനുഭവം എന്ന് പറയാം. എനിക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നു. എനിക്കൊരു 10, 23, 24, 27 വയസ്സ് വരെയുള്ള സമയത്ത് പണം എത്ര വന്നാലും നിൽക്കാത്തൊരു സ്കാസിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഒരു 32 വയസ്സായപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു പ്രോസസ്സ് ചെയ്തു. ഒരു 10 മിനിറ്റുള്ള ഒരു പ്രോസസ്സ് ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു ക്യാമ്പിൽ വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞപ്പം എനിക്ക് അതിൽ മാറ്റം വന്നു. ഫിനാൻഷ്യലി ഒരു ഫ്ലവറിങ്. ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. കുട്ടിക്കാലത്ത് സ്കാസിറ്റി, അതായത് എന്താ പറയുക, സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ ലിക്വിഡ് ക്യാഷ് ഇല്ല. ഇപ്പോൾ എന്ത് ചോദിച്ചാലും നമ്മൾ ഇല്ല എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ പണം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പ്രയാസമാണ്. ആ കൺസെപ്റ്റ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് സ്ഥാപിതമാകും. പണം വരുന്നുണ്ട്, അത് നിൽക്കാത്തവർക്കാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെ എന്തായിരിക്കും അത്? ഒന്നാമതായിട്ട് മണിയുടെ മാനേജ്മെന്റ് നമ്മൾ നോക്കണം. അത് ശരിയായി ചെയ്തിട്ട് പോലും നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പണം എന്താ പറയുക, അപ്രതീക്ഷിതമായ കാരണങ്ങൾ, അപ്രതീക്ഷിതമായ വഴി കൂടെ പോകുന്നു. അവിടെ മിക്കവാറും സ്കാസിറ്റി ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ചില ആളുകൾ കാണാം, ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുള്ള, പെട്ടെന്ന് വളരുന്നു, ഫിനാൻഷ്യലൊക്കെ വളരുന്നു, ഒരുപാട് പണമൊക്കെ വരുന്നു, പക്ഷേ വലിയ ബൾക്കായിട്ട് പണം നഷ്ടപ്പെടുന്നു, ബൾക്കായിട്ട് ഡെപ്റ്റിലേക്ക് വരുന്നു. അതിന് 2 കാരണമുണ്ട്. ഒരു കാരണം ഇതേമാതിരി അത് ഹോൾഡ് ചെയ്യാനുള്ള പാത്രം നമ്മുടെ ഉള്ളിലില്ല. അതായത് പണം നമ്മളെടുത്ത് വരുമ്പം പണം നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റിലായിരിക്കണം. ആ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ടാവും. 2ാമത്തെ കാരണം, സപ്രസ്ഡ് ആങ്കറുള്ള അടുത്ത് പണം നിൽക്കില്ല. PAB എന്ന് പറയാം, പാസീവ് അഗ്രസീവ് ബിഹേവിയർ. ഇത് എങ്ങനെയുള്ള ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് വളരെ ദേഷ്യവും സ്ട്രിക്റ്റും ഉള്ളൊരു അച്ഛൻ അല്ലെങ്കിൽ ഏത് അതോറിറ്റി, എന്നാൽ ക്രിയേറ്റീവായ ഒരു കുട്ടി. ഈ കുട്ടിയെ അമിതമായിട്ട് സപ്രസ് ചെയ്യാണ്, അവൻ്റെ ക്രിയേറ്റിവിറ്റിയെ സപ്രസ് ചെയ്യാണ്, ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചൊരു ആങ്കർ ഉണ്ടാവും. ഈ ആങ്കർ പലപ്പോഴും അവൻ പൊട്ടിത്തെറിക്കുന്നുണ്ടാവും, പല സ്ഥാനത്തും പെട്ടെന്ന് ദേഷ്യം വരുന്നൊക്കെ ഉണ്ടാവും. ഇത്തരം ആളുകളിൽ 2 കാര്യമുണ്ട്. അവരുടെ ഐശ്വര്യം നിലനിൽക്കില്ല, സമ്പത്ത് നിലനിൽക്കില്ല, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും. അവർ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും. അതിനെ പറയാം PAB, പാസീവ് അഗ്രസീവ് ബിഹേവിയർ. ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്തിട്ട്, ഇൻ്റർണലി ട്രാവൽ ചെയ്തിട്ട് ആ സിറ്റുവേഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ക്ലിയർ ചെയ്യണം. അതിൽ ആ ഒരു കഥാപാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. സ്ഫടികത്തിലെ മോഹൻലാലിനെ കാണാം, നിങ്ങൾക്ക് കിരീടത്തിലെ മോഹൻലാലിനെ കാണാം. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്. ദേവാസുരത്തിലെ മോഹൻലാലൊക്കെ PABൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് ആ സിനിമ ഹിറ്റായത്. കുറേ ആളുകൾ ഉള്ളിൽ ഈ ഒരു വിഷയമുണ്ട്. കിരീടത്തിൽ എങ്ങനെയാ വരിക? കിരീടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കിരീടത്തിൽ മോഹൻലാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മുഴുവൻ PABയുടെ ലക്ഷണമാണ്. പക്ഷേ കിരീടത്തിൽ മോഹൻലാലിൻ്റെ ബാല്യകാലം കാണിക്കുന്നില്ല, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ആക്ച്വൽ PAB ക്യാരക്ടറാണ് മോഹൻലാൽ അതിൽ. കാരണം ഓപ്പർച്യൂണിറ്റി മിസ്സാവാണ്. അയാൾക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ആ ഒരു സമയത്ത് പെട്ടെന്ന് അച്ഛനെ അടിച്ചു. ആർക്കാരും ദേഷ്യപ്പെട്ടു, പക്ഷെ അവിടെ അയാൾ വയലൻ്റ് ആയിപ്പോയി. അപ്പോൾ അയാൾക്കൊരു PAB ഉണ്ട്, നമുക്കതിൽ മനസ്സിലാവും. എന്നാൽ സ്ഫടികത്തിലാവട്ടെ തിലകൻ മോഹൻലാലിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് സപ്രസ് ചെയ്യുന്നത്. കാരണം അയാൾ ഒരു ടെക്നീഷ്യൻ ആയിരുന്നു, ഒരു ടെക്നോളജി, പക്ഷെ കണക്ക് പഠിപ്പിക്കുകയാണ്, കണക്കിൽ. അപ്പോൾ അയാളുടെ ക്രിയേറ്റിവിറ്റി സപ്രസ്സായ ആങ്കർ അയാളൊരു ഗുണ്ടയാക്കി മാറ്റി.
അവിടെ വേറെ കുറേ സൂക്ഷ്മമായ സൈക്കോളജി ഉണ്ട്. അതായത് ഒരാൾക്ക് PAB ഉണ്ടെങ്കിൽ അയാളുടെ അച്ഛൻ നല്ല ആളാൻ ധരിക്കും, സദാചാരമാണ്, നല്ല ആളാണെങ്കിൽ അയാൾ നേരെ വിരുദ്ധമായിരിക്കും. ഇനി അച്ഛൻ ഭയങ്കര മദ്യപാനും അതുപോലെ തന്നെ സദാചാര വിരുദ്ധനും ഒക്കെ ആണെങ്കിൽ ഇയാൾ തിരിച്ചായിരിക്കും, നല്ല ആളായിട്ട് മാറും. പക്ഷെ PAB ഉണ്ടാവും. അത് മാടമ്പിയിലെ മോഹൻലാൽ സിനിമ അങ്ങനെയാണ്. അച്ഛൻ ഉത്സവം നടത്തിയും പൈസ ഇല്ലാതാക്കുന്നു. നാട്ടിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ഈ സാധനം. അതായത് ഇങ്ങനെയാണ്, അച്ഛനും മകനുമായിട്ട് ഇമോഷണലി ബോണ്ടഡ് അല്ലെങ്കിൽ, അച്ഛൻ മദ്യപാനിയാണെങ്കിൽ മോൻ ഒരിക്കലും മദ്യം കഴിക്കില്ല. എന്നാൽ അച്ഛൻ നല്ല സദാചാരം നല്ല രീതിയിൽ ഡിസിപ്ലിനൊക്കെ ഉള്ള ആളാണെങ്കിൽ മകൻ നേരെ തിരിച്ചായിരിക്കും. ഇമോഷണലി ബോണ്ട് ഉണ്ടല്ലോ. മദ്യപാനിയുടെ മകൻ ഇമോഷണലി ബോണ്ട്, ഒരു ഉദാഹരണം പറയാം. ഒരു മദ്യപാനിയാണ്, മദ്യപാനി വീട്ടിൽ വരുന്നു, മകൻ പഠിക്കുന്നു, അപ്പോൾ അവൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു, പിന്നെ നീയാണിപ്പോൾ കളക്ടറാവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ എല്ലാ സമയത്തും അവൻ ഇൻസൾട്ട് ചെയ്യുന്നു. ഇവനൊരിക്കലും ഞാൻ പറയുന്നത് സൈക്കോളജിക്കലി കേട്ടോ, പലപ്പോഴും മദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവൻ പോവില്ല, അവൻ കൂടുതൽ എന്താ പറയുക സംസ്കാരികമായിട്ട് വരാൻ പോകാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. അതായത് നമ്മളിപ്പോൾ പറയുന്നത് മിസറീസിലേക്ക് വരുന്ന, അതായത് ഈ റിയൽ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ, വഴി തെറ്റിയ ആളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൽ അത്ര മിസറി അനുഭവിക്കുന്ന ആൾ. അപ്പം നമുക്ക് ലൈഫിന് 4 ഘട്ടങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പലതരത്തിൽ പറയാത്. പക്ഷെ അതിലൊന്ന് മിസറി, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണ് മിസറീസ്. അടുത്ത സ്ട്രഗിളിങ്ങാണ്, മീൻസ് അവർ മിസറിയാണ് പക്ഷേ അവർ എഫേർട്ട് എടുക്കുന്നു ഈ മിസറിയിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുവേണ്ടി അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. അത്തരം ആളുകളെ നമുക്ക് പിന്നെ സ്ട്രഗിളിങ് പീപ്പിൾ എന്ന് പറയാം. ആ സ്ട്രഗിളിങ് പീപ്പിളിൽ നിന്ന് പിന്നീട് വരുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അതായത് അവർ പലതും അച്ചീവ് ചെയ്യുന്നു, പലതും നേടിയെടുക്കുന്നു, ജീവിതത്തിൽ ചെറിയ ഫ്ലവറിങ് ഒക്കെ സംഭവിക്കുന്നു, സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. അതൊരു മാനിഫെസ്റ്റേഷൻ്റെ തലമാണ്. അവിടുന്ന് പോകുമ്പോൾ പിന്നീട് മിസ്റ്ററി തലമുണ്ട്. മിസ്റ്ററി തലം എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറം, അതായത് മാനിഫെസ്റ്റേഷനും അപ്പുറം പിന്നെ എന്താണ്, തൻ്റെ ഉള്ളിലുള്ള ഒരു ദിവ്യതയെ ഫ്ലവർ ചെയ്യിക്കാനുള്ള ഒരു ശ്രമം, ദിവ്യതയെ. അപ്പോൾ അതിനുള്ള വഴികൾ, അതിനുള്ള ഗുരുക്കന്മാരെ തേടുന്നു, അതിനുള്ള മാർഗങ്ങൾ തേടുന്നു. ദാറ്റ് ഈസ് എ മിസ്റ്ററി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ ലൈഫ് ഈസ് എ ജേർണി ഫ്രം മിസറി ടു മിസ്റ്ററി എന്ന് പറയും. മിസറി ടു മിസ്റ്ററി. ആ മിസ്റ്ററി ദിവ്യതയുടെ, അതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ. അപ്പോൾ ഒരാളുടെ ജീവിതം ധന്യമാകണമെങ്കിൽ 4 സ്റ്റേജസ് പറയണം, അത് നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് അതിൽ നിന്ന് വഴിതെറ്റിപ്പോയ ആളുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടിക്കാലത്തുള്ള വിപരീതമായ അനുഭവങ്ങളാണ്. അതായത് എല്ലാവർക്കും ഫ്ലവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ജീവിതത്തിൽ പുഷ്പീകരിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത നഷ്ടപ്പെട്ടു പോകുന്നതിന് 3 കാരണങ്ങൾ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 കാരണങ്ങൾ മാസ്റ്റേഴ്സ് പറഞ്ഞുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാരണം, ഒന്നുകിൽ അവർക്ക് കുട്ടിക്കാലത്ത് അതിഭയങ്കരമായ ചാലഞ്ച് ഉണ്ടാവും, അവർക്ക് താങ്ങാവുന്നില്ല അപ്പുറം, അവരുടെ സ്റ്റാമിനയ്ക്ക് താങ്ങാവുന്നതിൽ അപ്പുറം. മിക്ക ക്രിയേറ്റീവായ ആളുകളും സ്പിരിച്വലായ ആളുകളും സെൻസിറ്റീവായിരിക്കും. അത്ര സെൻസിറ്റീവായ ആളുകൾക്ക് വളരെ ഹൊറിബിളായുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവർ ട്രോമാറ്റിക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അമിതമായ ചാലഞ്ചസ് കുട്ടിക്കാലത്ത് ഏറ്റെടുക്കേണ്ടി വരിക, 8 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെ. അതേ ഭാഗം തന്നെ ഇങ്ങനെയുള്ള ചാലഞ്ച് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അവരെ നമ്മൾ ഒരു വെല്ലുവിളി ഇല്ലാത്ത അവസ്ഥയിൽ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. കുട്ടികൾക്ക് എല്ലാ സൗകര്യവും കൊടുക്കുന്നു, നമ്മൾ ഒന്നും അവരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, ഒരു ചാലൻസും കൊടുക്കുന്നില്ല. സ്കൂളിലേക്ക് നമ്മൾ ബസ് കയറ്റി വിടുന്നു, എല്ലാ കാര്യങ്ങളും ഷൂസ് കെട്ടി കൊടുക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു, പഠിക്കാൻ റൂമിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. അവർക്കും ജീവിതത്തിൽ പലപ്പോഴും സക്സസ്സിലേക്ക് പോകാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പം മറ്റൊരു കാരണം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ അറിയാത്തതുകൊണ്ടാണ്. കാരണം നമ്മളുള്ള 2 മാനിഫെസ്റ്റേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്, മിസ്റ്ററിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെ ക്രിയേറ്റീവ് പവർ ലെവൽ ഓഫ് മൈൻഡ് എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ക്രിയേറ്റീവ്, അതാണ് മൈൻഡ് പവറിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. വിഷ്വലൈസേഷൻ, പിന്നെ അങ്ങനെയുള്ള പല വിഷൻ ബോർഡ്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്നു,
അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് ആ ക്രിയേറ്റീവ് പവർ ലെവൽ ഓഫ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതിനടുത്താണ് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന തലം. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ്, അതിലേക്ക് പോകുമ്പോഴാണ്, ഞാൻ നേരത്തെ ശ്രദ്ധയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? നമ്മുടെ അഹംബോധം, എൻ്റെ ഈഗോ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ? പ്രപഞ്ചത്തിൻ്റെ ശരിയായ പാതയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ? എൻ്റെയുള്ള പ്രകൃതമാണോ വികൃതമാണോ ഉള്ളത്? എൻ്റെ പ്രകൃതം വികൃതമായിട്ടുണ്ടോ? എന്തെല്ലാം ടോക്സിൻസ് എൻ്റെ ഉള്ളിലുണ്ട്? നമ്മൾ എന്തെല്ലാം ടാലൻസ് ഉണ്ട്, എന്ത് ടാലൻസാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നെല്ലാം നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളിൽ മാറ്റം വരാൻ തുടങ്ങുന്നത്. ആ ശ്രദ്ധയിൽ നിന്ന് നമുക്ക് നമ്മുടെ യഥാർത്ഥമായ പ്രകൃതത്തെ മനസ്സിലാവും. ആ പ്രകൃതത്തെ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ നമ്മുടെ മിസ്റ്ററിക്കും അപ്പുറമുള്ള നമ്മുടെ ആ ദിവ്യതയെ അനുഭവിക്കലാണ്. അതിനുള്ള ആന്തരികമായ ഒരു യാത്രയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറയുന്നത് മൂന്നാമത്തെ രണ്ട് കാരണം പറഞ്ഞു. ഒന്നുകിൽ അമിതമായ ചാലഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചാലഞ്ചും ഇല്ലാണ്ട് കുട്ടി വളരാം. അപ്പോൾ നമ്മൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും, ചില തറവാടിലൊക്കെ ഉള്ള സ്വത്തുക്കളുള്ള വീടുകളിൽ ആ സ്വത്ത് 3 തലമുറയിലപ്പുറം മാക്സിമം പോയില്ല എന്ന് പറയുന്നു. കാരണം കംഫർട്ടായിട്ട് വളരുന്ന ആളുകൾ, എല്ലാമല്ല ചില ആളുകൾ, അവർ റിയലായിട്ട് ഇൻ്റലിജൻ്റ് ആണെങ്കിൽ അവർ അല്ല എങ്കിൽ കംഫർട്ട് സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ ചിലപ്പോൾ പോയി പോകുന്നത് കാണാം. അത് കംഫർട്ട് സോണിൽ ക്ഷയിച്ചു പോകും. അപ്പോൾ കംഫർട്ട് സോണിൽ. രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, നമ്മുടെ റിയൽ പ്രകൃതം നമുക്കറിയുന്നില്ല. റിയൽ പ്രകൃതം നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വികൃതികളെ, കുട്ടിക്കാലത്ത് കയറിയ നെഗറ്റീവ് പ്രോഗ്രാമിങ്സ് എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. അത് 3 എണ്ണമാണല്ലോ, ഞാൻ പറയാം എന്തൊക്കെയാണ്. 3 ഭാഗങ്ങളാണ് ഞാൻ പറയാം. മൂന്നാമതൊരു കാരണം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ശരിയായ മാതൃകകളെ കണ്ടു വളരുന്നില്ല എന്നുള്ളത്. വലിയ മാതൃകകളെ കണ്ടു വളരുന്നത് ഇങ്ങനെയൊക്കെ സാധ്യമാണ്. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ചെറിയ മാതൃകകളാണെങ്കിൽ ലിമിറ്റഡ് ബ്ലൂ പ്രിൻ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പം നമുക്ക് വലിയ മാതൃകകൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആഗോള ഗ്രാമമായി മാറി. നമ്മൾ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയ പ്രഗത്ഭമായിട്ടുള്ള എല്ലാ എക്സലൻസും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇന്ന് കുറവാണെന്ന് പറയാം. പണ്ട് കാലത്ത് അതല്ല. ഒരു കഴിവുള്ളൊരു കുട്ടി, ഇപ്പോൾ ഒരു സംഗീതത്തിൻ്റെ കഴിവുള്ളൊരു കുട്ടി, അവൻ്റെ നാട്ടിലുള്ള ഗായകരെ കണ്ട് ആ ലെവലിലാണ് അവൻ ഗോൾ സെറ്റ് ചെയ്യുക. വലിയ ഗായകരൊന്നും കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഏത് മേഖലയിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അധ്യാപനം എന്ന് പറഞ്ഞാൽ സ്കൂൾ അധ്യാപകർ മാത്രമല്ല, വളരെ ഉയർന്ന തരത്തിലുള്ള ഒരുപാട് അധ്യാപകർ വേൾഡിലുണ്ട്. പല തലത്തിലുള്ള കോച്ചിങ്സ് ഉണ്ട്, ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ അധ്യാപനത്തിൻ്റെ മാതൃകകളാണ്. അപ്പോൾ ആ മാതൃകകൾ കാണാതെ വളരുന്ന ഒരാൾ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യരായ ആളുകൾ, ഫ്ലവർ ചെയ്ത പുഷ്പിച്ച ആളുകൾ, അത്തരം ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടാവുമ്പോഴാണ് നമ്മളിലെ ദിവ്യതയുടെ പ്രസൻസും നമുക്ക് ബോധ്യപ്പെടുക. ഇങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെ 3 കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ആളുകൾ മിസറിയിലേക്ക് പോകാനുള്ള കാരണം, അല്ലെങ്കിൽ അവരിൽ ഫ്ലവറിങ് സംഭവിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തുടങ്ങിയത് ഈ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൽ വൈകാരികമായ അടുപ്പം ഉണ്ടെങ്കിലും പ്രശ്നമാണ്, വൈകാരികമായ അടുപ്പം ഇല്ലെങ്കിലും പ്രശ്നമാണല്ലേ അച്ഛനും മകനും തമ്മിൽ? ഇത് നമ്മളൊരു ജനറലൈസേഷനിൽ എടുക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ അച്ഛനും അമ്മയും എങ്ങനെയായാലും നന്നായി വളരുന്നുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എഫക്റ്റഡ് ആവുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പലപ്പോഴും നമ്മളെടുത്ത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഇപ്പം ഇന്ന കാരണമാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം എന്ന് പറയും. ഇപ്പോൾ മുതിർന്ന ആളുകളായിരിക്കും, ഇപ്പോൾ കുട്ടിക്കാലത്തുണ്ടായി. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ ബ്രദർ അല്ലെ എൻ്റെ സിസ്റ്ററും ഇതേ അനുഭവത്തിലൂടെയല്ല കടന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവരെയും ബാധിച്ചിട്ടുണ്ടാവും, അത് മറ്റൊരു തരത്തിലായിരിക്കും. ഇവർ സെൻസിറ്റീവ് ആയതുകൊണ്ട്, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മൾ ചുമരൊക്കെ തേക്കില്ലേ, സിമെന്റ് കൊണ്ട് തേച്ച് പരുക്കൻ തേപ്പ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അത് സ്മൂത്ത് ആകുന്നതിന് മുമ്പുള്ള തേപ്പ്. അപ്പോൾ അതിപ്പോൾ ചുമര് ഉണങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് കൈ ഇങ്ങനെ അവിടെ പോയി ചാരിയിട്ടുണ്ടെങ്കിൽ ആ അടയാളം എല്ലാ കാലത്തും പെയിന്റ് അടിച്ചാലും അവിടെ ഉണ്ടാവും. അതുപോലെയാണ് നമ്മുടെ സെൻസിറ്റീവായ മൈൻഡുകൾ. സെൻസിറ്റീവായ മൈൻഡിൽ എന്ത് പാട് കുട്ടിക്കാലത്ത് ട്രോമ ഉണ്ടായാലും ആ ട്രോമ അവിടെ പതിഞ്ഞു കിടക്കും. അത് പിന്നീട് അവരുടെ ഫ്യൂച്ചറിനെ റീക്രിയേറ്റ്. ഈ ട്രോമ ഒഴിവാക്കാൻ, അത് ഹീൽ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്? അതായത്
പ്രോബ്ലം അനുഭവിക്കുന്ന ഒരാളെ എടുക്കും നമ്മൾ. ഇപ്പോൾ പ്രോബ്ലം അനുഭവിക്കുന്നത് അത് ഹെൽത്ത് പ്രോബ്ലം ആവാം, വെൽത്ത് പ്രോബ്ലം ആവാം, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആവാം, സെൽഫ് എക്സ്പ്രഷൻ പ്രോബ്ലം ആവാം. അതായത് ഒരാൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എൻ്റെ നിയോഗം എന്താണെന്ന് അറിയില്ല, അവൻ എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്ന് തിരിച്ചറിയുക, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അങ്ങനെയുള്ള ആളാവാം. ഇങ്ങനെ ഇത്തരം 4 തരം പ്രോബ്ലമാണ് ലോകത്തുള്ളത്. ഇപ്പോൾ ഒരാളുടെ ലോകത്തുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും ഒരു മൈതാനത്ത് കൂട്ടിയിട്ട് ഞെരിക്കണം. ലോകത്തുള്ള മുഴുവൻ പ്രോബ്ലങ്ങളും ഒരു മൈതാനത്ത് നമ്മൾ കൂട്ടിയിട്ടു. അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ 4 ഭാഗമാക്കാൻ പറ്റും. അതിലൊന്ന് ഹെൽത്ത് പ്രോബ്ലമാണ്. കുറേ ആളുകളെ വെൽത്ത് പ്രോബ്ലമാണ്, കടം, പൈസ ഇല്ല. കുറേ ആളുകൾക്ക് ഉണ്ടാവുക റിലേഷൻഷിപ്പ് പ്രോബ്ലം. എവിടെ ഇപ്പം ഭാര്യ ഭർത്തൃബന്ധം, മക്കളായിട്ട് പ്രശ്നം, ഓഫീസിൽ പ്രശ്നം, ഫ്രണ്ട്സുമായിട്ട് പ്രശ്നം, എപ്പോഴും കലഹങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു തരം പ്രശ്നമാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, സെൽഫ് എക്സ്പ്രഷൻ പ്രോബ്ലം. അതായത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, എവിടെയും സക്സസ് ഇല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ അവരുടെ റിയൽ ടാലൻറ്റിലേക്ക് വരാത്തൊരു പ്രശ്നം. അത് പറയുമ്പം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ സൂചിപ്പിക്കട്ടെ. ഞാൻ പലപ്പോഴും വളരെ വിഷമിച്ചു പോയ ചില സന്ദർഭങ്ങളുണ്ട്. അതായത് ഏറ്റവും വലിയ ക്രൈസിസ് നേരിടുന്ന യുവാക്കൾ, 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്. അവർ ഇമോഷണലി എഫക്റ്റഡ് ആണ്, ഹെൽത്ത് വൈസ് പ്രോബ്ലമാണ്. പക്ഷെ അവരുടെ റൂട്ട് കോസ് പല ആളുകളെയും ഞാൻ കണ്ടെടുത്തോളം അവർക്കിഷ്ടമില്ലാത്ത കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിർബന്ധിച്ചതാണ്. അത് മനോനില തെറ്റിയ ആളുകളുണ്ട്, ആരോഗ്യം തകർന്നു പോയ ആളുകളുണ്ട്. റൂട്ട് കോസ് അവർക്ക് ഉദാഹരണം പറഞ്ഞാൽ നാച്ചുറൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ, എൻ്റെ അനുഭവത്തിലുള്ള ഒരാൾ, അയാൾ പ്രകൃതി ഇഷ്ടമാണ്, അയാൾക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. അച്ഛൻ അയാളെ നീറ്റിന് കൊണ്ട് ചേർത്തു, കമ്പൽസറി. അവിടെ അയാൾക്ക് കഴുത്തിൽ മുഴ വന്നു, ഇന്നും അയാൾ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലം. റൂട്ട് കോസ് ഇതാണ്, അച്ഛൻ ചേർത്ത്. അതേപോലെ തന്നെ മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആയൊരു ലേഡി, അപ്പോൾ അവർ ഒരുപാട് സ്പിരിച്വൽ സാധനയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരെ കേസ് എടുത്തപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, അവർക്ക് എഴുതാൻ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പം അവരുടെ കുടുംബത്തിലുള്ള കാര്യപ്പെട്ട ഒരാൾ, ഈ കുട്ടിയുടെ എല്ലാ ചിലവും ഞാൻ എടുത്തോളാം, ഇവിടെ ഡോക്ടറെ എൻട്രൻസിന് ചേർത്താൻ പറഞ്ഞു. അതിനുശേഷം ആ കുട്ടി മെൻ്റലി ഡിസ്റ്റർബ്ഡായി. ഇതെല്ലാവർക്കും സംഭവിക്കില്ല, പക്ഷേ സെൻസിറ്റീവായ ആളുകൾക്ക് അത് എഫക്റ്റഡ് ആയി. അങ്ങനെ കുറേ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ. എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാലം കഴിഞ്ഞു പോയത് കൊണ്ട് അതിന് പരിമിതിയുണ്ട്. എന്നാലും വലിയ മാറ്റങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രശ്നത്തിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മിസറീസിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു അവസ്ഥയാണെന്ന് പറയാറുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ബോധത്തിന് ഈ ജീവനിൽ നിന്നുകൊണ്ട് എത്താവുന്നതിൻ്റെ ഏറ്റവും പരമമായ അവസ്ഥ നേടിയ ഒരാളാണ് ശ്രീബുദ്ധൻ ഒരു വ്യക്തിയല്ല, ഒരു ബുദ്ധാഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാന്ന് പറയാം. എല്ലാവരുടെയും അൾട്ടിമേറ്റായ ഒരു ഗോള്, ലക്ഷ്യം യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ബോധത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥ, അതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ബുദ്ധൻ്റെ ആര്യസത്യ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആര്യസത്യ. അപ്പോൾ ആര്യസത്യയിൽ ബുദ്ധൻ പറയുന്നു, ദർ ആർ ലോട്ട് ഓഫ് മിസറീസ് ഇൻ ദിസ് വേൾഡ്. മിസറീസ് കണ്ടിട്ടാണല്ലോ ബുദ്ധൻ കൊട്ടാരം വിട്ടിട്ട് പരമസത്യത്തെ അന്വേഷിച്ചു പോകുന്നത്. ദർ ആർ ലോട്ട് ഓഫ് മിസറീസ് ഇൻ ദിസ് വേൾഡ്. ഇഫ് ദർ ആർ മിസറീസ്, ദർ ഷുഡ് ബി എ റീസൺ. ഇഫ് ദർ ഈസ് എ റീസൺ, ദർ ഷുഡ് ബി എ സൊല്യൂഷൻ. അതായത് നമ്മുടെ മിസറീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ബുദ്ധൻ പറയുന്ന കാരണം ഉണ്ടെങ്കിൽ അത് പരിഹാരമുണ്ട്. ഒരു കാരണത്താലാണ് സംഭവിക്കുന്നത്, പരിഹാരമുണ്ട്. അതേപോലെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്, അതായത് നമ്മൾ മിസറി പരിഹരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടെത്തുകയാണ് ദിസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് മൈ പ്രോബ്ലംസ്. ആ റൂട്ട് കോസ് നമ്മുടെ ഇന്നറിലാണ്, ആന്തരികതയാണ്. അത് നമ്മൾ കണ്ടെത്തുന്നതോടുകൂടി തന്നെ പ്രശ്നം പകുതി പരിഹരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചാത്തനേറെന്ന് കേട്ടിട്ടില്ലേ? ചാത്തനേറ് എവിടെ നിന്നാണ് ഏറ് വരുന്നതെന്ന് അറിയില്ല. അപ്പം അത് പ്രശ്നമാണ്. പക്ഷെ അതിൻ്റെ എവിടെ നിന്നാണ് ഏറ് വരുന്നതെന്ന് കണ്ടാൽ നമുക്ക് പരിഹരിക്കാം. അതേപോലെ നമ്മുടെ മിസറി എവിടെ നിന്നാണ് ഇതിൻ്റെ
സോഴ്സ് എന്ന് നമ്മൾ അറിയാത്തിടത്തോളം കാലം നമുക്കത് പരിഹരിക്കാനുള്ള സാധ്യത കൂടുതൽ, പരിഹരിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ നമ്മൾ അറിഞ്ഞാൽ അവിടെ ഒരു പോസിബിലിറ്റി ആരംഭിക്കാൻ സൊല്യൂഷനാണ്. അത്തരത്തിൽ ഹീൽ ചെയ്യപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അങ്ങയുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് കേസുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് മോസ്കോയിലാണ്, റഷ്യയിലാണ്. റഷ്യയിൽ 3-4 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി ഈ തെറാപ്പീസ്, ഈ ഒരു സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ അവിടെ റിലേഷൻഷിപ്പ് പ്രോബ്ലമാണ് ഏറ്റവും കൂടുതൽ. കാരണം അവിടെ റിലേഷൻഷിപ്പ് ഡാമേജ് ആയ ഇഷ്ടംപോലെ ആളുകൾ, ഇമോഷണൽ ട്രോമാസ് ഉള്ള ആളുകൾ, അവരെ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്നാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റി. അതായത് ഞാൻ കേസ് എടുക്കുന്ന സമയത്ത് ഒരാളിപ്പോൾ നമ്മുടെ അടുത്ത് കേസ് എടുക്കാൻ വരികയാണെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള പ്രശ്നമാണല്ലോ ആദ്യം പറയും, ഇപ്പം എന്താണ് പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പം നമ്മളത് അന്വേഷിച്ച് പോകുമ്പോൾ അവരെ ചൈൽഡ്ഹുഡ് എന്തായാലും അവർ പറയണം, നമ്മൾ പോസിറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതും ആ ചൈൽഡ്ഹുഡിലുള്ള വിപരീത അനുഭവങ്ങളും അവരിപ്പോഴും അനുഭവിക്കുന്ന വിപരീത അനുഭവങ്ങളും തമ്മിൽ വലിയ രീതിയിൽ കണക്റ്റഡാണ്. അത് കണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലും ഒക്കെ അങ്ങനെ തന്നെ, എല്ലാ സ്ഥലത്തും അത് തന്നെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഓക്കെ.